Hi guys, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും TraVLOGSന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. പഴംപൊരി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് ഒരു നമ്മൾ കടകളിൽ നിന്ന് പിടിക്കില്ലേ, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് ഞാൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് മാവ് റെഡിയാക്കണം. മാവിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാമോളം മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദയിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 100 ഗ്രാമിന് ഏകദേശം 20 ഗ്രാമോളം അരിപ്പൊടി മതിയാവും, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൊത്തമൊന്നുമില്ല, ഒരു 20 ഗ്രാം ഇട്ടാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഏലക്കായ ചതച്ചത് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണായാലും കുഴപ്പമില്ല, 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ, കുറച്ച് മതി, വളരെ കുറച്ച്. പിന്നെ നമുക്ക് പഞ്ചസാര ചേർക്കണം. അതായത് നിങ്ങൾക്ക് എന്തോരം ആവശ്യമായിട്ടുള്ള മധുരം വേണം, അപ്പോൾ അതിനനുസരിച്ച് മധുരം ചേർത്താൽ മതി. ഞാനിപ്പോൾ മൊത്തത്തിൽ ഈ മാവ് കലക്കണത് ഒരു ഏകദേശം 2 ഏത്തപ്പഴത്തിന് ഉള്ള മാവാണ് ഞാൻ കലക്കണത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കാം. നമുക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും. നമുക്ക് ഒരു പൊങ്ങി വരാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ദോശമാവ് ഉണ്ടെങ്കിൽ ദോശമാവ് ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ കാലത്ത് തന്നെ മാവ് കലക്കി വെക്കണം, എന്നിട്ട് നമുക്ക് വൈകിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഞാൻ കാണിച്ചു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗസ്റ്റൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സോഡപ്പൊടി ആഡ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇത്ര ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരുപാട് കൂടരുത്, ഒരുപാട് കട്ടയാവരുത്, ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് മതി. കണ്ടോ, ഈ ഒരു കട്ടി പാടുള്ളൂ, ഒരുപാട് ലൂസാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പഴം ഇതിലേക്ക് മുക്കി പൊരിക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴം ഇടുന്നതിന് മുമ്പ് നമുക്ക് മാവൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഉണ്ടോ, മാവ് അടിയിലേക്ക് എടുക്കണം. മാവ് പൊന്തി വരുമ്പോൾ എണ്ണ നന്നായി ചൂടായെന്ന് അർത്ഥം. ഇപ്പോൾ നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെരിച്ച് സ്ലൈസാക്കി കട്ട് ചെയ്ത പഴമാണ്. ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ കാണാനും നല്ല രസമായിരിക്കും, കഴിക്കാൻ നല്ല രസമായിരിക്കും, ഉള്ളു ശരിക്കും വേവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കിനി ഫയർ ഒന്ന് മീഡിയം ലെവലിലിടാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് സൈഡ് കരിഞ്ഞു. നമുക്കിതുപോലെ ഓരോന്ന് ഡിപ്പ് ചെയ്തിട്ട്, ഭയങ്കര മാവ് പാടില്ല, ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പഴംപൊരി ജസ്റ്റ് ഒരു
ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി മറിച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മളുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇഷ്ടമുള്ള എണ്ണ വാലണം. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേൾക്കണില്ല. അടിപൊളിയായിട്ടുണ്ട്. അയ്യടാ, എന്തൊരു ആൾക്കാരുടെ ഗില്ലിങ് ഭയങ്കര ശബ്ദമാണ്. അപ്പൊ നമ്മുടെ പഴംപൊരി സൂപ്പറാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നമ്മുടെ താഴെയുള്ള കമന്റ്സിൽ കൊണ്ട് രേഖപ്പെടുത്തുക. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ